ഇപ്പോൾ CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ആവേശജല തുടക്കമായിരിക്കുകയാണ്. പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളോ ഉൾപ്പാട്ടി വിഭാഗീയതയോ അലട്ടാത്ത സമ്മേളനം എന്നിരിക്കെ തുടർഭരണം ഉറപ്പാക്കാനുള്ള ചർച്ചകളാണ് സമ്മേളനത്തിലുടനീളം പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തന റിപ്പോർട്ടിലും നയരേഖയും ഒക്കെ അവതരിപ്പിക്കാനിരിക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും ഇതിലേക്ക് തന്നെയാണ്. സമഗ്രമായ വിശകലനങ്ങളുമായി സമ്മേളന നഗരിയിൽ നിന്നും നമ്മുടെ ന്യൂസ് ടീം ചേരുന്നുണ്ട്. സനീഷ്, മഹേഷ് ചന്ദ്രൻ, ആസിഫ് മുഹമ്മദ്, ഷമീർ അബ്ദുൾ, അർജുൻ രാജ്, ലിജോ വർഗീസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ലിജോയിലേക്ക്. CPIMന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടങ്ങിയിരിക്കുകയാണ്. പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംഘടനാ ദൗർബല്യമോ ഒന്നും അല്ല ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. പിണറായി സർക്കാരിന് ശേഷം മറ്റൊരു സർക്കാർ ഇവിടെ തുടർഭരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകളാണ് കൂടുതലായി നടക്കുന്നത്. അത്തരം ചർച്ചകൾക്കപ്പുറത്തേക്ക് മറ്റ് ചർച്ചകൾ കൊണ്ടുപോകാതിരിക്കാൻ CPIM വളരെ ഗംഭീരമായി ശ്രമിച്ചിരിക്കുന്നു. അതുപോലെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. ആദ്യം എനിക്കൊപ്പം മഹേഷ് ചന്ദ്രനാണ് ചേരുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ലൂപ്പ് ഹോൾ ഇല്ലാതെ ഈ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ ഏതാണ്ട് ഭൂരിഭാഗവും കൊണ്ടുപോകാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഒരു തരത്തിൽ മറ്റ് ചർച്ചകളിലേക്ക് പോയതേ ഇല്ല എന്ന് തോന്നുന്നു. അതെ, മാധ്യമങ്ങളടക്കം അത്തരം ചർച്ച നടത്ത സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ പുതിയതായി വന്ന ഈ നയരേഖ കൊണ്ടുവരുന്ന കാര്യത്തോടെയാണ്. അതായത് നയരേഖ നമുക്ക് അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമായിരുന്നു കൊച്ചിയിൽ നടന്ന പാർട്ടി സമ്മേളനം. ആ സ്റ്റേറ്റ് സമ്മേളനത്തിലാണ് നയരേഖ അവതരിപ്പിക്കുന്നത്. ആ നയരേഖയുടെ അടിസ്ഥാനത്തിലുള്ള ഭരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തുടങ്ങിയ ആ നയരേഖയുടെ തുടർച്ച ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 5 വർഷം, ഒരു വർഷം കൂടിയേ ഉള്ളൂ. ആ ഒരു വർഷ കാലം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് അടുത്ത 5 വർഷം നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആ രീതിയിലൊരു സമീപനം എടുക്കുമ്പോൾ അതിന് പാർട്ടി പറയുന്നത് ഭരണം കിട്ടിയ ശേഷമല്ല തീരുമാനിക്കുക, നേരത്തെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കണം. ആ മുന്നൊരുക്കങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ ആ നയരേഖ അവതരിപ്പിക്കുന്നതെന്നാണ്. അതിന് ഒരു വളരെ കൃത്യമായിട്ടൊരു കാര്യം പാർട്ടി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 1956 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃശ്ശൂരിൽ സംസ്ഥാന സമ്മേളനം ചേർന്നു. ആ സംസ്ഥാന സമ്മേളനത്തിൽ 57 വരാൻ പോകുന്ന ഇലക്ഷൻ, ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യണം എന്ന തരത്തിലൊരു ചർച്ച നടന്നു. അതിൻ്റെ അതേ ചൂട് പിടിച്ചിട്ട് ഇപ്പോൾ ഈ 2025 ഈ പാർട്ടി സമ്മേളനത്തിൽ അടുത്ത സർക്കാർ വരുമ്പോൾ ആ സർക്കാർ നടപ്പിലാക്കേണ്ടത് എന്ത്, അത് ഭരണ തുടർച്ച എന്ന പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അതൊരു ഭയങ്കര ആത്മവിശ്വാസത്തിൽ തന്നെ പാർട്ടി നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ കാര്യത്തിൽ ഈ ചർച്ചകൾ തമ്മിൽ കലരുന്നൊരു തീരുമാനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ ഒരു ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച അതങ്ങനെ പോകും. പക്ഷേ മറ്റന്നാളാണ്, ഇന്ന് വൈകുന്നേരമാണ് ഈ നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുക. വലിയ മാറ്റങ്ങൾ വരുത്തുന്ന, വലിയ വിദേശ നിക്ഷേപമടക്കം ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള വലിയ നയമാറ്റങ്ങളുള്ളത്. CPIM അത് എതിർത്തിരുന്ന വിഭാഗങ്ങൾ ശക്തമായിരുന്നൊരു കാലഘട്ടമുണ്ട്, അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് വിവാദമാകാവുന്ന തരത്തിലേക്കുള്ള നയമാറ്റങ്ങളടക്കം രേഖയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രേഖ അവതരിപ്പിക്കും. ആ രേഖയുമുള്ള ചർച്ച നടക്കാൻ പോകുന്നത് മറ്റന്നാളാണ്. പ്രത്യേകമായ ചർച്ച അവിടെ നടക്കുകയാണ്. എന്നോടൊപ്പം സനീഷ് കൂടി ചേരുന്നു. ഒരുപക്ഷെ ചർച്ചകളിലൊക്കെ വേറെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. പണ്ടത്തെ പോലെ സംഘടന എന്ന അതിനപ്പുറത്തേക്ക് പുതിയൊരു സർക്കാർ കൂടി വരണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു നയരേഖ, അതിനൊരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന തരത്തിലൊരു നയരേഖ വരാൻ പോകുന്നു. ഒരുപക്ഷെ ഈ സമ്മേളനം അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമുള്ള ഭരണം നിലനിർത്തുക എന്ന തരത്തിലേക്ക് മാറിയോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ചർച്ചകൾ മുമ്പോട്ട് പോകുന്നതെന്ന് തോന്നുന്നു? അതാണ്, അതിപ്പോൾ മഹേഷ് പറഞ്ഞതിലെ കാര്യമുണ്ട്. അതായത് നമ്മൾ നേരത്തെ CPIMന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് രാഷ്ട്രീയം, അതായത് ലോകരാഷ്ട്രീയം, രാജ്യത്തെ രാഷ്ട്രീയം, പ്രാദേശിക തലത്തിലെ രാഷ്ട്രീയം പ്രധാനമായിട്ട് ചർച്ചയാവുക. പിന്നീട് സാധാരണഗതിയിൽ സാധാരണക്കാർ ചർച്ച ചെയ്യാത്ത ചില പദാവലികളൊക്കെ വരുന്നൊരു കാലമാണ് യഥാർത്ഥത്തിൽ CPIMന്റെ സംസ്ഥാന സമ്മേളന കാലഘട്ടം. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എന്താണ്, 3ാം സർക്കാർ വരുന്നു, 3ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 3ാം ഇടതുപക്ഷ സർക്കാർ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് എല്ലായിടത്തുള്ളത്. അത് നമ്മൾ മാധ്യമങ്ങളിൽ മാത്രം കാണുന്നതല്ല. ഇന്നിപ്പോൾ ദേശാഭിമാനി പ്രത്യേകമായിട്ട് ഇറക്കിയ പതിപ്പ്, ദേശാഭിമാനിയോടൊപ്പം ഒരു പ്രത്യേക പതിപ്പ് നമ്മോടൊപ്പം ഉണ്ട്, നമ്മുടെ കൈവശമുണ്ടല്ലോ. ആ പതിപ്പിനകത്താണെങ്കിൽ MA ബേബി, ഇവരുടെ പോളിറ്റ് ബ്യൂറോ അംഗം, പറയുന്നത് ഭരണത്തിൻ്റെ തുടർച്ച ഉണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ മഹേഷും നമ്മളെല്ലാവരും നിന്നപ്പോൾ, VS അനു അടക്കമുള്ള ആളുകളെല്ലാം നിന്നപ്പോൾ വരുന്ന നേതാക്കൾ മുഴുവൻ, മുഹമ്മദ് റിയാസ്, രാധാകൃഷ്ണൻ, അവിടെ വന്ന് സംസാരിക്കുന്ന നേതാക്കളെല്ലാം പറയുന്നത് 3ാം സർക്കാർ വരണമെന്നാണ്. ഇത് പ്രത്യേകതയാണ്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ 2005 പ്രമാദമായിട്ടുള്ള ഈ വലിയ ചർച്ചയായിട്ടുള്ള മലപ്പുറം സമ്മേളനമൊക്കെ അതിൻ്റെ സമ്മേളനത്തിൻ്റെ തുടക്കകാലത്ത്, സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ ചർച്ചയാണ്. 4ാം ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ വലിയ തോതിൽ നടന്നിട്ട് അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും ചർച്ചകളൊക്കെയാണ് സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുക. പക്ഷേ ഇവിടെ ഭരണം എന്ന, സാധാരണത്തിൽ ഞങ്ങളൊരു ഭരണ പാർട്ടിയല്ല, ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ്ഗ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നൊരു പാർട്ടിയാണെന്ന് അവകാശപ്പെടാറുള്ള, ഊറ്റം കൊള്ളാറുള്ള ഈ CPIM പക്ഷേ ഇപ്പോൾ ഭരണം 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 എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മഹേഷ്, എനിക്ക് തോന്നുന്നു എല്ലാവരോടുമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണം എന്നത്, തുടർ ഭരണം എന്നത് CPIMന് അത്രമേൽ ആവശ്യമാണ്.
ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ്സുകാർ കേരളത്തിലേക്ക് അതൊരു വലിയ ചർച്ച ഉണ്ടായിക്കൊണ്ടുവന്നു. വളരെ സന്തോഷകരമായ സാഹചര്യമാണ്. ഇപ്പോൾ CPM തന്നെ സംസ്ഥാന സമ്മേളനത്തിലൂടെ തുടർഭരണം എന്ന കാര്യത്തെ എടുത്ത് മുന്നോട്ട് വെക്കുക. അപ്പോൾ സൈക്കോളജിക്കലി കേരളത്തിൻ്റെ ഉള്ളിലേക്ക്, മലയാളികളുടെ ഉള്ളിലേക്ക് തുടർഭരണം വരും എന്നൊരു കാര്യം അടിച്ചേൽപ്പിച്ചിട്ട് അതിൻ്റെ ഗുണം പിടിക്കാനുള്ള ഒരു ആലോചന കൂടെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് രാഷ്ട്രീയ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ഭരണ ചർച്ചയെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ച ഇതുകൊണ്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് അവർക്ക് കാരണങ്ങളുണ്ട്. കാരണം ഇതുപോലൊരു കാലത്ത് ഭരണം കേരളത്തിലെങ്കിലും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടമായിരിക്കും എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു അവർക്കുള്ളിൽ ഉണ്ടാകണം. പിന്നീട് ഈ കേരള പ്രൈഡ്, കേരളം സവിശേഷമായൊരു സ്ഥലമാണ്, അത് CPIM പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, ഭരിക്കുന്നതുകൊണ്ടാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയാൽ മാത്രമേ CPIM ഇപ്പോൾ ദേശീയ തലത്തിലുള്ള പ്രസക്തി പോലും നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ തുടർഭരണം മൂന്നാം സർക്കാർ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി മഹേഷ്, ഈ നമ്മളിപ്പോൾ പറയുമ്പോൾ തുടർഭരണം അല്ലെങ്കിൽ അടുത്ത വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കണം എന്ന ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലാണല്ലോ പാർട്ടിയുടെ മുമ്പോട്ട് പോക്ക്. അപ്പോൾ തന്നെ നേരത്തെ ഉണ്ടായ സംഘടനയ്ക്കുള്ളിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് സ്വാഭാവികമായും ബംഗാൾ മുന്നിലുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ള ശ്രദ്ധ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവായിരിക്കും. അതോടൊപ്പം തന്നെ നേതാക്കൾക്കിടയിലുള്ള ചില മൂല്യച്യുതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഈ ഫോക്കസ് മുഴുവൻ ഭരണത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായി സംഘടന എന്ന നിലയിൽ CPM-നുള്ളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൂടി ചർച്ച ചെയ്ത് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സംഘടനാപരമായി വലിയ പോരായ്മ പാർട്ടിക്കുണ്ട് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതായത് നമുക്ക് പാലക്കാട് പ്ലീനത്തിൽ തെറ്റിയിരുത്തൽ രേഖ കൊണ്ടുവന്നു. ആ തെറ്റിയിരുത്തൽ രേഖയിലെ പല കാര്യങ്ങളും ഇപ്പോഴും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല കൊൽക്കത്ത പ്ലീനം ചേർന്നു. ആ പ്ലീനത്തിൽ അടക്കത്തെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധമുള്ള ആളുകളെ ഒഴിവാക്കണം. പലരും ഇപ്പോൾ കഴിഞ്ഞ ഗോതമാശേറ്റം വിവാദമായി പറഞ്ഞ് മദ്യപിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കും. അത് ഭരണഘടനയിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനും ശ്രദ്ധ ഊന്നാറില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ഗുരുതരമായ ആരോപണങ്ങൾ, പാർട്ടി അംഗസംഖ്യ വർദ്ധിച്ചത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിലാണ് പാർട്ടി മെമ്പർമാരുടെ എണ്ണത്തിൽ ഇത്രയധികം വർധന വന്നിരിക്കുന്നത്. പാർട്ടി അംഗങ്ങൾ കൂടിയിരിക്കുന്നത് ഇപ്പോൾ 40,000 പേരാണ് ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനം മുതൽ കൊച്ചി പാർട്ടി സമ്മേളനത്തിൽ നിന്ന് കൊല്ലം പാർട്ടി സമ്മേളനത്തിൽ എത്തുമ്പോൾ 40,000-ഓളം പേരാണ് വർദ്ധിച്ചിരിക്കുന്നത്. ആ 40,000 പേരും പാർട്ടിയുടെ അടിയുറച്ച സംഘടനാബോധത്തോട് കടന്നു വന്നവരല്ലെന്ന് കൃത്യമായ വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സംഘടനാബോധം പകർന്നു നൽകാനുള്ള കാര്യങ്ങളിൽ കടക്കണമെന്നും പാർട്ടി തീരുമാനിക്കുന്നു. പക്ഷേ ഇത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി സംഘടനാ സംവിധാനത്തെ. അത്തരത്തിൽ വിമർശനങ്ങൾ ഈ സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടിലുണ്ട്. അതിൽ മാത്രമല്ല, ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ കോടിക്കണക്കിന് തിരിച്ചടയ്ക്കാത്ത പാർട്ടി അംഗങ്ങളുണ്ട്, പാർട്ടി നേതാക്കളുണ്ട് എന്ന കാര്യങ്ങൾ പരാമർശം പോലും റിപ്പോർട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരം. അതുപോലെ തന്നെ ആസിഫ്, ഒരു യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു പങ്കാളിത്തം കൂടേണ്ട ഒരു സമയമാണ്. 75 വയസ്സെന്നുള്ള പ്രായപരിധി നേരത്തെ വെച്ചിരുന്നു. അക്കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് അറിയേണ്ടതുണ്ട്. DYFIയും SFIയും പോലുള്ള സംഘടനകളിൽ നിന്ന് പുതിയ ആളുകൾ വരുമോ എന്നുള്ള കാര്യം അറിയാനുണ്ട്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന സമിതിയിലേക്കും പുതിയ ആളുകൾ ആരൊക്കെ വരും, ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി ഇതിനിടയിലുണ്ട്. അത് സംഘടനയെ കെട്ടിപ്പടക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം ചർച്ചകൾ കൂടി ഉണ്ടാവില്ലേ? തീർച്ചയായും. ഇപ്പം അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ പക്ഷേ, ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ തീരുമാനം ആകണം അല്ലെ? 75 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഒഴിവാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഇപ്പോഴും നിലവിലില്ലേ അല്ലേ? അത് പൂർണ്ണമായിട്ടും അതിനകത്ത് ഇപ്പം EP ജയരാജൻ 75 വയസ്സാകുന്നത് മെയ് മാസത്തിലാണ്. TP രാമകൃഷ്ണന് 75 വയസ്സാകുന്നത് ജൂണിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സമ്മേളന കാലയളവ്, ഈ സമ്മേളനവും ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലയളവിൽ അവർക്ക് 75 വയസ്സാവുന്നില്ല. കാരണം അടുത്ത മാസമാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇളവ് അവർക്ക് നൽകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ആ ഇളവ് കിട്ടുമ്പോൾ അവർക്ക് 3 വർഷം കൂടെ ഈ സംഘടനാ സംവിധാനം തുടരാൻ കഴിയും. മറ്റാർക്കും അതിൽ ഇളവുണ്ടാവില്ല. പിണറായി വിജയന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇളവ് കൊടുത്തതാണ്. ആ ഇളവ് പ്രാബല്യത്തിൽ നിലനിൽക്കുന്നത്. അത് കൊടുത്തത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സാണ് കൊടുത്തത്, അടുത്ത പാർട്ടി കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടതെന്നല്ല. കാരണം ആ പാർട്ടി കോൺഗ്രസ് കൊടുത്തതിൻ്റെ സാഹചര്യം എന്താ? മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇളവ് കൊടുത്തത്. അതേ പൊസിഷൻ, അതേ സ്ഥാനത്ത് പിണറായി വിജയൻ തുടരുമ്പോൾ പിണറായി വിജയനെ ഒഴിവാക്കില്ല. തീർച്ചയായും അതാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അവർ പുറത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ ലിജു സൂചിപ്പിച്ചത് തന്നെ സ്വാഭാവികമായും പുതുമുഖങ്ങൾ കടന്നു വരാതിരിക്കാൻ കഴിയില്ല. കാരണം കൂടുതൽ പുതുമുഖങ്ങൾ കടന്നു വരേണ്ടി വരും. പ്രത്യേകിച്ച് SFIയുടെയും DYFIയുടെയും അതുപോലെ തന്നെ കൂടുതൽ നേതാക്കൾ കടന്നു വരും. ഇപ്പം തന്നെ നമുക്ക് അറിയാം, സജീവമായി നിൽക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അവരിപ്പോൾ SFI, ഇപ്പോൾ അർഷം അടക്കമുള്ളവർ ഇപ്പോൾ SFIയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങൾ ഉറപ്പായിട്ടും കടന്നു വരാനുള്ളൊരു സാഹചര്യം തന്നെയുണ്ട്. അപ്പോൾ ഈ പുതിയ കാലത്തിന് രാഷ്ട്രീയം പറയുന്ന ഒരു കാലത്തേക്കാണല്ലോ CPM പോകുന്നത്. അപ്പോൾ ആ പുതിയ കാലത്ത് രാഷ്ട്രീയം പറയാൻ കഴിയുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കൂടി കടന്നു വരിക എന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനം ഉണ്ടാവില്ല ചെയ്യും. അർജുന, ഈ ഇപ്പോൾ പറയുന്ന മെസ്സേജ്, അതായത് സ്വാഭാവിക ഒരു പുതിയ കാലത്ത് മെസ്സേജിന് വലിയ പ്രാധാന്യമുള്ളൊരു കാലത്താണല്ലോ ജീവിക്കുന്നത്. അതിപ്പോൾ സർവകലാശാലകളുടെ കാര്യത്തിൽ പുതിയ തീരുമാനം പറയുന്നു. യുവാക്കൾ ഇവിടെ പിടിച്ചു നിർത്തുന്നതിന് പുതിയ തരത്തിലുള്ള തന്ത്രങ്ങൾ ഉണ്ടാവണമെന്ന് പറയുന്നു. ആ തരത്തിൽ CPIM എന്ന ഇടതുപക്ഷ പാർട്ടി നൽകുന്ന മെസ്സേജ് അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും
സ്വീകാര്യമായ അല്ലെങ്കിൽ അവർക്ക് കൂടി ഡൈജസ്റ്റ് ആവുന്ന തരത്തിലുള്ള മെസ്സേജ് ആണെന്ന് തോന്നുന്നുണ്ടോ? അത് ഈ ഒരു സംസ്ഥാന സമ്മേളനം കൊണ്ട് അത്തരത്തിലൊരു ഗുണം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. അതുണ്ടാവുമോ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായി സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ വിദേശ നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ളത് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചതാണ്. എന്ന് മാത്രമല്ല ഇത്തവണ തീരുമാനിച്ചിരിക്കുക വിദേശ നിക്ഷേപം എത്ര കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരിക. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ചട്ടം മാറ്റാം, നിയമം മാറ്റണമെങ്കിൽ പരിഷ്കരിക്കാം എന്നതുൾപ്പെടെയുള്ള നിയമപരിഷ്കരണത്തിന് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൽ ഇടതുപക്ഷം തയ്യാറാണ്. അത്തരത്തിൽ നയപരമായ മാറ്റത്തിന് തയ്യാറാണ്. അതുകൊണ്ട് തന്നെ വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നിൽ വയ്ക്കുന്നു. അതിന് നയപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സമ്മേളനം സജീവമാകുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഏറെക്കുറെ അതുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. കൂടുതൽ വികസനം എങ്ങനെയായിരിക്കും, പുതിയ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കും എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഇത്രയും കാലം കാഴ്ചവെച്ചുള്ള ഒരു കണിശതയുണ്ടല്ലോ, ചില കാര്യങ്ങൾ കടുംപിടുത്തം, അതിനി വേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. അത് CPM തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കി CPIനെയൊക്കെ ഒരുവിധം നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, അവരെ പരിഹരിക്കാം എന്നുള്ളൊരു സാധനം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക, അതുവഴി വികസനം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരിക, അത് ആത്യന്തികമായി മുന്നോട്ട് വയ്ക്കുന്നത് 3.0 പിണറായി മൂന്നാമതും വരിക എന്നുള്ളൊരു ഫീൽ പുറത്തേക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നുകൊണ്ടുള്ള നയങ്ങളും വികസന കാഴ്ചപ്പാടുകളുമായിരിക്കും ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നത്. ഈ വികസന കാഴ്ചപ്പാടിനപ്പുറം മറ്റൊരു കാര്യം, നേരത്തെ VS ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് സ്വാഭാവികമായും സംഘടന ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, പാർട്ടിയിൽ വിഭാഗീയത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, എതിർസ്വരങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഭിന്നാഭിപ്രായമുള്ളൊരു പാർട്ടി എന്ന നിലയ്ക്ക് തന്നെ ഉൾപാർട്ടി ജനാധിപത്യ ബോധത്തോടു കൂടി പെരുമാറുന്ന ഇപ്പോഴും ആ തരത്തിലുള്ള ഏകസ്വരം എന്ന നിലയിലാണ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ തന്നെയാണ് നമ്മൾ G. സുധാകരനെ പോലെയുള്ള ആളുകൾ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്ന തരത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ അല്ലെങ്കിൽ എതിർപ്പുണ്ടാവുന്ന സ്വരങ്ങൾ കൂടുതൽ കുറഞ്ഞു വരുന്ന ഒരു പാർട്ടിയായി CPM മാറുന്നു. ആ തരത്തിൽ കൂടി ഈ സമ്മേളന കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? അത് നിശ്ചയമായിട്ടും. അതായത് ഈ പാർട്ടി ഇതൊക്കെ കാണുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ നമ്മൾ 10 വർഷത്തോളം നീണ്ടു നിന്ന VS പിണറായി തർക്കകാലം, അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ CPM എന്നൊരു പാർട്ടിയുടെ പ്രാധാന്യം വർദ്ധിക്കുക പൊതുസമൂഹത്തിനകത്ത് എന്നൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അതായത് അവർക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ അവർക്കെതിരായിട്ട് ചർച്ച നടത്തുകയാണ്. VS പിണറായും തമ്മിൽ തർക്കമാണ്. മാധ്യമങ്ങളിൽ മുഴുവൻ എല്ലാ ദിവസവും CPMനെ കുറിച്ചുള്ള വാർത്തയാണ്. പക്ഷേ അത് ആത്യന്തികമായിട്ട് CPM എന്ന പാർട്ടിയുടെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുക. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ഇവരാണ് എന്ന തോന്നലുണ്ടാകും. ഇപ്പോൾ പക്ഷേ അത് സംഭവമേ ഇല്ല. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ കണ്ടാൽ തന്നെയും അതൊരു വലിയ കാര്യമായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലാതെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് CPMനെ പറ്റിയുള്ള ഇൻസൈഡ് ചെറിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമില്ല. അതൊരു അപകടമാണ് എന്നൊരു പക്ഷേ അവർ കാണുന്നുണ്ടാകും. അതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, BJP വോട്ട് വർദ്ധിപ്പിക്കുന്നു, ഇവരുടെ വോട്ട് CPMൻ്റെ വോട്ട് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന അപകടവും ഈ റിപ്പോർട്ടിനകത്ത് നിശ്ചയമായിട്ടും ഉണ്ടാകും. നിശ്ചയമായിട്ടും ഉണ്ട്, നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് പ്രത്യേകിച്ചും CPMൻ്റെ വോട്ട് ബാങ്ക് ആയിരുന്ന ഈഴവ വോട്ടുകൾ വടക്കേ മലബാറിലാണെങ്കിൽ ഈ തീയ വോട്ട് കേന്ദ്രങ്ങളിലടക്കം BJP വോട്ട് കൊണ്ടുപോവുകയാണ് എന്ന സാഹചര്യം അവരുടെ മുന്നിൽ വളരെ സജീവമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈ മദ്യവിരുദ്ധമായിട്ട് MP ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചത് പോലും ഒരു വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. ഒരു ചർച്ചയുമില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു ചർച്ച വരട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും എനിക്ക് തോന്നുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിൽ ആകപ്പാടെ തന്നെയും ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി വിരുദ്ധം, കൗമാരക്കാർ ലഹരി ഉപയോഗിക്കുന്നു വലിയ തോതിൽ, അതിനെതിരെയുള്ള പ്രതിഷേധം കുടുംബങ്ങൾക്കകത്ത് ഉണ്ടായി വരുന്നുണ്ട്. 10-15 വയസ്സുള്ള കുട്ടികൾ ഈ MDMA ഒക്കെ അടിച്ചിട്ട് വീടുകൾക്ക് പുറത്തേക്ക് പോകുന്നു, കുടുംബ വിരോധികളായിട്ട് മാറുന്നു, അച്ഛൻ അമ്മ എന്നുള്ളതൊക്കെ വിടുന്നു എന്നൊരു സാഹചര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അച്ചടക്കമുള്ള മദ്യവിരോധമുള്ളൊരു പാർട്ടി ഈ ലഹരി വിരുദ്ധമായുള്ളൊരു പാർട്ടി എന്ന തോന്നലുണ്ടാക്കിയേക്കാവുന്ന തോന്നൽ ഇവർക്കുണ്ടോ എന്നറിയില്ല. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു CPMൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകാത്ത വിധത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നതാണ് ഈ സമ്മേളനത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ മൂന്നാം സർക്കാർ എന്നതിൽ ഊന്നി നിൽക്കുന്നത്, ഇത്തരത്തിലുള്ള ചില ചർച്ചകളെങ്കിലും പുറത്തേക്ക് വിടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പം ഫാസിസം, നവഫാസിസ്റ്റ് ട്രെൻഡുകളുള്ള ഒരു സർക്കാരാണുള്ളത് എന്നത് സംബന്ധിച്ച് അതിനെപ്പറ്റി ചെറിയ ചർച്ചയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ ഉണ്ടാകുന്നത് CPM ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചർച്ചകളെ ഇല്ലാത്ത, അവരെപ്പറ്റി ചർച്ചയെ ചെയ്യാത്ത സമ്മേളനം ഒരു മൂലക്ക് കൊല്ലത്ത് നടക്കുകയും ആളുകളെല്ലാവരും അവരുടെ ബിസിനസ്സുമായിട്ട് നടക്കുകയും ചെയ്യുന്നൊരു പരിപാടി അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല. അതിനുവേണ്ട ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് കൂടെ ഉണ്ടാകുന്നുണ്ടാകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഞങ്ങൾ പ്രധാനപ്പെട്ടതല്ല, അടുത്ത തവണ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന പവർ കാണിച്ചില്ലെങ്കിൽ ആളുകൾ വീണ്ടും BJP പോയി വോട്ട് ചെയ്യും. അപ്പോൾ പ്രാധാന്യം, ഞങ്ങൾ പ്രധാനപ്പെട്ട കക്ഷികളാണ് എന്ന് തെളിയിക്കുക കൂടെ CPMൻ്റെ ആവശ്യമാണ്. അതുകൂടെ ഇന്നും നാളെയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
മഹേഷ്, ഇതൊരു ഏകമാനമായ ഒരു പാർട്ടി, അത് ഒറ്റ സ്വരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടി, സർക്കാരും പാർട്ടിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പാർട്ടി പറയുന്ന അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് പാർട്ടി കേൾക്കുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു കാലത്താണ് ഈ CPM-ന്റെ സമ്മേളനം നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് അത്രമേൽ ഗുണം ചെയ്യുന്ന ഒന്നാണോ എന്നുള്ളതാണ്. അതായത് ഒരു ഉൾപാർട്ടി ജനാധിപത്യം നൽകുക, അതിനുള്ളിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നയരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യഥാർത്ഥത്തിൽ CPIM-നുള്ളിൽ ആളുകളില്ലാത്ത സാഹചര്യമുണ്ടോ? മുൻകാലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എതിർ ശബ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്, ചില അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനകത്ത് ശക്തി പോരാ. അതൊക്കെ പറഞ്ഞു പോകുന്ന, അത് വളരെ ശക്തിയായി ഉന്നയിച്ചുകൊണ്ട് അതിന് മുകളിൽ ഒരു പ്രഷർ ചെലുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു രീതി പാർട്ടി ഇപ്പോൾ ഇല്ല. കാരണം വെച്ചാൽ പിണറായി വിജയൻ ഏറ്റവും കരുത്തനായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ, മുൻപ് മറ്റ് സർക്കാരുകളപ്പോൾ VS ഇരിക്കുമ്പോൾ പോലും പിണറായി എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൃത്യമായ നിയന്ത്രണം ആ സർക്കാരിലുണ്ടായിരുന്നു. അതേസമയം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പാർട്ടിയും ഭരണവും രണ്ടും പിണറായി കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിണറായി വിജയനെ പോലെ ഇത്ര കരുത്തനായ അങ്ങനെ ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു നേതാവ്, അപ്പോൾ പിണറായി വിജയൻ്റെ വാക്കിന് എതിർവാക്കില്ലാത്ത കാലത്തേക്ക് പോയി. VS ദുർബലനായി, VS അസുഖബാധിതനായി. VS ഇപ്പോൾ ഈ സമ്മേളനം നടക്കുമ്പോൾ VS ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. പക്ഷേ VS ഇക്കാര്യങ്ങളൊന്നും അറിയാതെ VS അവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ നിലയിലുണ്ടായിരുന്ന വിഭാഗീയമായ പോരാട്ടം നടത്തിയ ആളുകളൊക്കെ തന്നെ ഒന്നുകിൽ കുറേ പേര് ഒതുങ്ങിപ്പോയി, കുറേ പേര് പുറത്തുപോയി, മറ്റുള്ളവർ ഈ സംവിധാനമൊക്കെ ആയിട്ട് ഔദ്യോഗിക പക്ഷവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. അതിന് പ്രധാന കാരണം ഈ ഭരണം തന്നെയാണ്. ഈ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഈ മാറ്റം വരും. കാരണം അപ്പോൾ എതിർ ശബ്ദങ്ങൾ ശക്തമാകും. അപ്പോൾ ഭരണം വീണ്ടും തുടരുമെന്ന ഈ സന്ദേശം പാർട്ടിക്കുള്ളിലെ ഐക്യം കൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായിട്ട് തന്നെ പാർട്ടി കണക്കാക്കുന്നുണ്ട്. അതോടെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയമുണ്ട്. അതിൽ സ്വാഭാവികമായും സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ അന്ന് പ്രതിഷേധം അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതിനെ കൂടി മറികടക്കുന്ന തരത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ നറേറ്റീവുകൾ സമ്മേളനത്തിന് മുമ്പേ തുടങ്ങിയതെന്ന് തോന്നുന്നുണ്ടോ? ഇത് നമ്മളിത് കാണുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ആരംഭിച്ചതാണത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ഈ തരത്തിലേക്ക് പിണറായി വിജയനാണ്. അത് പാർലമെന്റ് ഇലക്ഷൻ തോറ്റത് പിണറായി വിജയൻ മോശമായതുകൊണ്ടാണ്. തുടർഭരണം കിട്ടുമ്പോൾ പിണറായി വിജയൻ്റെ അത് കുഴപ്പമില്ല എന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത് എത്രമാത്രം ശരിയാണ് എന്ന തരത്തിലേക്കായിരുന്നു ഓരോ ഉപരി കമ്മിറ്റി പാർട്ടി നേതാക്കളും വന്ന് സംസാരിച്ച് തുടങ്ങുന്ന. അങ്ങനെയാണ് അവിടെ നിന്നാണ് സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പം പിണറായി മോശക്കാരനായിരുന്നെങ്കിൽ തുടർഭരണം കിട്ടുമായിരുന്നു. അപ്പോൾ പിണറായി ഇപ്പോൾ ഇന്നെങ്ങനെയാണ് മോശക്കാരനായത്, നാളെ വീണ്ടും ഭരണം കിട്ടും പിണറായി നല്ലവനാവും എന്ന തരത്തിലേക്ക്. അപ്പം അതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, പാർട്ടിക്കുള്ളിലെ പോരായ്മകളുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനിൽ വരുന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലെ വ്യത്യാസമുണ്ട്. അത്തരം പാറ്റേണുകളിൽ LDFന് ജയിക്കാൻ കഴിയില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആ വിജയം വീണ്ടും നേടിയെടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടു. അത് വീണ്ടും ആവർത്തിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തിൽ ഈ സമ്മേളനങ്ങൾ മുതൽ ഈ സമ്മേളന തുടക്കം മുതലേ ഈ തരത്തിലേക്ക് അത്തരമൊരു കാര്യം, ഇത് പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുഴപ്പമുണ്ട്. സംഘടനാ ശരീരം ദുർബലമാണ്. അതിന് ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഓരോ പാർട്ടി അംഗങ്ങളും അതിന് ഉത്തരവാദിത്തമാണ്. ഓരോ പാർട്ടി അംഗങ്ങളോടും അത് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അവരോട് പാർട്ടി പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയാൻ പറ്റാതായി പോകും. അപ്പോൾ സംഘടനാപരമായ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്ത് പോലെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇനി സംഘടനാ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന തരത്തിലേക്ക് പോകേണ്ടി വരുന്നു. പ്രത്യേകിച്ച് BJPയിൽ നിന്നുള്ള ആളുകളെ പോലും CPM സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവർ നേരെ എതിരായ ഒരു പ്രത്യയശാസ്ത്രമായി പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഈ പാർട്ടി സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊക്കെ കാര്യങ്ങളിൽ കരുത്ത് വരുന്നതിനൊപ്പം തന്നെ ദൗർബല്യവും കടന്നുകൂടുന്നുണ്ട്. അത് ഈ സമ്മേളനത്തിനും ചർച്ചയിൽ ആരെങ്കിലും പ്രതിനിധികൾ ഉന്നയിച്ചേക്കാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയുമില്ല. ഇത്തവണ P. സരിൻ വരുന്നു. പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നൊരു സമയമാണല്ലോ. അതായത് വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, P. സരിൻ സംസ്ഥാനത്തെ ഒരു CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിലേക്ക് തന്നെ ഉയരും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ. അതുപോലെ നികേഷ് കുമാർ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഇത്തവണയുണ്ട്. അങ്ങനെ ഒരു പിടി ആളുകൾ BJPയിൽ നിന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരു പിടി ആളുകൾ വരുന്നൊരു സമ്മേളനമാണ്. അവരുടെയൊക്കെ കൗതുകം ഒരുപക്ഷെ അവരുടെ മുഖത്ത് രാവിലെ നമ്മൾ പോകുമ്പോൾ ഉണ്ട്. എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കാണുന്നത്? സരിനെ കുറച്ചുകൂടെ ഭയങ്കര വ്യക്തതയോടുകൂടി സംസാരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ രാവിലെ സംസാരിച്ചപ്പോഴും അല്ലേ. ഒരു പഴക്കം ചെന്ന പാർട്ടിക്കാരൻ എന്ന രീതിയിലൊക്കെ സരിനൊക്കെ കൃത്യമായി കാര്യങ്ങൾ വളരെ ഒരു പാർട്ടി നേതാവിനെ പോലെ സംസാരിക്കുന്നത്. അതെ കാരണം സംഘടനയെ കുറിച്ച് കുറെ കൂടി വ്യക്തമായ ധാരണയോട് കൂടി നമ്മളോട് സംഘടന ഇങ്ങനെയാണ് പറയുന്നുണ്ട്. അതായത് പാർട്ടിയുടെ മുതൽ അറിയാവുന്ന വിധത്തിലാണ് പറയുന്നത് അല്ലേ.
അതെ, സരിം പറയുന്നത്, അതായത് ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇനി ഉള്ള 3 കൊല്ലത്തേക്ക് തീരുമാനിക്കപ്പെടാൻ പോകുന്ന സമ്മേളനമാണ്. അപ്പോൾ അതിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ്. ആ രീതിയിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ അവിടെ പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരേക്കാൾ നല്ല ഡിവൈഎഫ്ഐക്കാരനായിട്ട് അതെ 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 ഇറങ്ങിയിട്ട് ഒരു 3-4 ദിവസം ആയതേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരത്തപ്പോൾ. അതെ, അത് പക്ഷേ വേറൊരു തരത്തിൽ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിനോ ബി ജെ പിയിലേക്കോ അങ്ങനെ ഒരാൾ പെട്ടെന്ന് കടന്നു വന്നാൽ ആ പാർട്ടിക്കാരനായി മാറാൻ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം ഇപ്പം മതി തോന്നുന്നു. കാരണം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു പഠിച്ചൊരു പെട്ടെന്ന് തന്നെ ഒരു CPM-കാരനാകാൻ പഴയ തരത്തിലുള്ള ആളുകളാണ് കടന്നു വരുന്നതെന്ന് തോന്നുന്നു. പലരും ഒരു കാര്യമുണ്ട്, മെമ്പർഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല. മെമ്പർഷിപ്പിന്റെ ചട്ടങ്ങളിൽ ഈ ഗ്രൂപ്പിൽ വന്ന് കാൻഡിഡേറ്റായി അങ്ങനെ പോകണം. അപ്പം അത് 3 വർഷ കാലയളവ് എടുക്കുന്നു. ഇപ്പം അനിൽകുമാർ പ്രതിനിധിയായിട്ട് വന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. അപ്പോൾ അതുപോലെ ആ 3 വർഷത്തെ ഒരു ഇത് വേണ്ടി വരും. അല്ലെങ്കിലൊക്കെ ഇപ്പം കോൺഗ്രസിന്റെ മറ്റു പാർട്ടി രീതിയായി ഇപ്പോൾ സരിൻ പ്രതിനിധിയായതിനെ. അപ്പോൾ അതാവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് CPM-ന്റെ പ്രത്യേകത. അത് മാത്രമാണ് CPM എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ട് ഒരു കാലഘട്ടം വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ലിജോ, അവസാനിക്കുന്നതിന് മുമ്പ് കൊല്ലം സമ്മേളനത്തിലാണല്ലേ പണ്ടൊരു വിഭാഗീയത തുടങ്ങി അല്ലേ? ആ വിഭാഗീയത പൂർണ്ണമായി അവസാനിക്കുന്ന ഒരു സമ്മേളനം എന്നൊക്കെ പറയാമല്ലേ ഇനി? ഇത് നമുക്ക് ഈ സമ്മേളനത്തിനാണോ? അതെ, വിഭാഗീയതയുടെ ഇത് മുമ്പ് തന്നെ അത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ആലപ്പുഴ സമ്മേളനമാണ് ഏറ്റവും കൂടുതൽ നാടകീയമായ സമ്മേളനം. നമ്മൾ അടുത്ത കാലം മലപ്പുറം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ആലപ്പുഴയിലായിരുന്നു. അവിടെയാണ് VS-നെതിരെ പാർട്ടി വിരുദ്ധ മനോഭാവം എന്ന് പറയുന്ന, പാർട്ടി ശത്രുക്കളെ പോലെ പാർട്ടി വിരുദ്ധ മനോഭാവം VS വെച്ച് പുലർത്തുന്ന കൃത്യമായ ഒരു പരാമർശം പ്രസ് മീറ്റ് വിളിച്ച് ഏത് സമ്മേളനത്തിൻ്റെ തലേന്ന് അന്ന് സെക്രട്ടറി പിണറായി വിജയൻ പറയുന്നു. പിണറായി വിജയൻ സ്ഥാനം ഒഴിയുന്ന സമ്മേളനമാണത്. ആ സമ്മേളനത്തിൽ വലിയ വിമർശനം VS-നെതിരെ ഉണ്ടാവുകയും VS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. VS ആലപ്പുഴ തന്നെ വിട്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഓർക്കുന്നുണ്ടാവും എല്ലാവരും, വളരെ നാടകീയമായ ഒരു പ്രസംഗമായിരുന്നു. എന്ന് വെച്ചാൽ ഈ കൃത്യമായ പ്രസംഗം അവിടെ ആലപ്പുഴയിൽ ജനലക്ഷങ്ങളെ അണിനിരത്തി പ്രകടനം കഴിഞ്ഞ് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി നടത്തിയ പ്രസംഗമുണ്ട്. അതൊക്കെ ചരിത്രമാണ്. കാരണം അപ്പോൾ അത് VS അല്ല ആര് പോയാലും ഈ പാർട്ടി ഉണ്ടാകുന്ന നേരത്തെ തന്നെയാണ് പറഞ്ഞെങ്കിൽ പോലും VS-നെ കൂടെ നിർത്താൻ പാർട്ടി കൃത്യമായി ശ്രമിക്കുകയും സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളുടെ ഇടപെടൽ അക്കാര്യത്തിൽ വലിയ നിർണായകമായിരുന്നു. മാത്രമല്ല പിണറായി വിജയന് പോലും ഇത്തരം എതിർക്കുമ്പോൾ പോലും VS-നോട് ഈ എതിർപ്പുണ്ടെങ്കിൽ പോലും VS-നോട് മറ്റൊരു തരത്തിൽ ബന്ധമുണ്ട്. കാരണം പാലക്കാട് സമ്മേളനത്തിൽ VS-ന് വലങ്കയ്യായി നിന്ന് CIT പക്ഷത്തെ വെട്ടി നിർത്തിയ ആളാണ് പിണറായി വിജയൻ. അവർ പിന്നെ പിണറായി സെക്രട്ടറി ആകുമ്പോഴാണ് അവർ തമ്മിൽ ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ വിഭാഗീയതയുടെ കാര്യങ്ങൾ പിന്നെ കഴിയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതോട് കൂടി അത് ഏകദേശം പൂർണ്ണമായി കഴിയുകയും പരമേശ്വര കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് VS എത്തുകയും ചെയ്തതോടുകൂടി VS പക്ഷം എന്ന് നടത്തിയ ആ ഒരു പോരാട്ടങ്ങളെല്ലാം പരിസമാപ്തി അപ്പോഴേ ആയി കഴിഞ്ഞിരുന്നു. ആസിഫ്, ഇതിൽ തന്നെ വേറൊരു കാര്യം, കൊല്ലം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഈ സനീഷെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈബില്ലാത്ത സമ്മേളനം എന്നുള്ളൊരു പരാതിയുണ്ട്. കാരണം മലപ്പുറം സമ്മേളനം പോലെയുള്ള, ആലപ്പുഴ സമ്മേളനം പോലെയുള്ള വലിയ അരങ്ങായിരുന്ന, രാഷ്ട്രീയ ചർച്ചകൾ നടന്നിരുന്ന, വിഭാഗീയത ഉണ്ടായിരുന്ന സമയത്ത്, അത്രയും വാർത്ത ഉണ്ടായിരുന്ന സമയത്ത് നിന്ന് മാറി പ്രത്യേകിച്ച് ഒന്നും റിപ്പോർട്ട് ചെയ്യാനില്ലാത്ത തരത്തിലേക്കൊരു സമ്മേളന നിലയിലേക്കും കൂടെ ഇതിനെ കാണുന്നുണ്ടല്ലേ? നിശ്ചയമായിട്ട് ഇതിപ്പോൾ ഞാൻ ഈ ജോലിയിലേക്ക് കടന്നിട്ട് ഇന്ത്യ വിഷനിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ പറയുന്ന അധിക കാലമായിട്ടുള്ള പണി തുടങ്ങിയിട്ട്. അപ്പോഴാണ് ഈ നമ്മുടെ മലപ്പുറം സമ്മേളനം നടക്കുന്നത്. മലപ്പുറം സമ്മേളനം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അത് പറഞ്ഞു, അതായത് ഇപ്പോൾ CPM-ൻ്റെ മാത്രം സമ്മേളനം ആയിരുന്നില്ല അത്. കേരളം ആകെ തന്നെയും 2 പക്ഷമായിട്ടൊക്കെ നിന്ന് ഈ എല്ലാ ദിവസവും ഈ CPM-നകത്തെ പിണറായി VS തർക്കങ്ങൾ ഉണ്ടായിരുന്ന കാലം അത് കടന്നിട്ടാണ് സമ്മേളനം വരുന്നത്. എന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ പൊതുബുദ്ധിജീവിയായിരുന്ന MN വിജയൻ മാഷ് ഇതിലൊരു പാർട്ടായിരുന്നു. അരവും കത്തിയും എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ലേഖനം അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മലപ്പുറം സമ്മേളനത്തിലേക്ക് വരുന്നത്. അപ്പോൾ മലപ്പുറം സമ്മേളനത്തിൽ, ആലപ്പുഴ സമ്മേളനത്തിലാണ് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയതെങ്കിലും മലപ്പുറം സമ്മേളനത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ കോട്ടക്കുന്നിലായിരുന്നു അതിൻ്റെ പൊതുസമ്മേളനത്തിൽ 12 പേര് മത്സരിച്ചു VS-ന് വേണ്ടിയിട്ട്. ജയിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തിലെ ആളുകളും പുറത്ത് മാധ്യമങ്ങളും വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒടുവിൽ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ ഫോണെല്ലാം ഈ വെച്ച് കണക്ഷൻ കട്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഈ 12 പേരും തോറ്റു. VS അച്യുതാനന്ദൻ അടപടലേ പരാജയപ്പെട്ടു. പക്ഷേ ഞങ്ങൾ ഈ 2 സമ്മേളനങ്ങളിലും നമ്മൾ ഈ ക്യാമറ മുകളിൽ വെച്ചിട്ട്, പൊതുസമ്മേളനത്തിന് നമ്മൾ വലിയ ട്രൈപോഡ് മുകളിൽ വെച്ചിട്ടാണല്ലോ ഇരിക്കുക മുകളിൽ. അപ്പോൾ അങ്ങനെ ദീർഘ കാഴ്ചയാണ്, എന്ന് വെച്ചാൽ ഉയരത്തിലുള്ള കാഴ്ചയാണ്. അപ്പോൾ VS ഇങ്ങനെ വന്നിട്ട്, VS-ൻ്റെ വണ്ടി ഇങ്ങനെ വന്ന് അവിടെ നിന്ന് VS പ്രസംഗിക്കുകയാണ്. ആദ്യം വന്ന അദ്ദേഹമാണ്, സ്റ്റേജിൽ വേറെ ആരുമില്ല. അദ്ദേഹത്തിന് പിന്നാലെ കാരാട്ടോ മറ്റോ വന്നു. അവിടെ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. വളരെ ആവേശത്തോടെയാണ് പ്രസംഗിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തൊട്ട് ഇങ്ങോട്ട് ഈ പാർട്ടി പിളർന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ ഞാൻ എന്നാണ് ആദ്യഘട്ടങ്ങളെല്ലാം പറഞ്ഞത്. അവിടെ വെച്ച് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് നിർത്തി. 2005 സമ്മേളനത്തിൽ 2000 വരെയോ 2005 വരെയോ ഉള്ള ഒരു കാര്യവും പറയാതെ 67 പാർട്ടി പിളർന്ന കാലത്ത് നിർത്തിയിട്ട് അദ്ദേഹം സഹകളെ ലാൽ സലാം എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് വണ്ടി കയറിയിട്ട് പോവുകയാണ്.
അപ്പോൾ ദൂരെ എന്നുള്ള വിഷയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ പോവുകയാണ് മൂപ്പര്. അപ്പോൾ അന്ന് പരാജയപ്പെട്ട് വി.എസ്. അച്യുതാനന്ദൻ രാഷ്ട്രീയമായിട്ട് തീർന്നു എന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നീടുള്ള സമ്മേളനങ്ങൾ അദ്ദേഹം പക്ഷേ ഈ പാർട്ടിക്ക് പുറത്തുള്ള കരുത്താക്കിയിട്ട് വന്നത്. പക്ഷേ ആലപ്പുഴയിൽ വന്ന് ഇപ്പോഴും അദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന വിഭാഗീയ സംഗതികൾ അവസാനിച്ചു എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലാണ് കൊല്ലത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇതിന് ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ സംഘമാണ് എന്ന് പുറത്തുള്ള ആളുകൾ, പ്രത്യേകിച്ചും BJP ഇപ്പോഴത്തെ സൈബർ ആളുകളൊക്കെ പറയുമ്പോൾ, ഇപ്പം ശ്രീലങ്ക ഒരു രാജ്യമാണല്ലോ. അവിടെ 2 കോടി 20 ലക്ഷം പേരാണ്, 2 കോടി 20 ലക്ഷം പേരാണ് അവിടുത്തെ ജനസംഖ്യ. ഇവിടെ 3.25 കോടി ജനസംഖ്യയുണ്ട്. എന്ന് വെച്ചാൽ ഇടതുപക്ഷ പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അത്ര വലുപ്പം, അതേക്കാൾ വലുപ്പമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ജനസംഖ്യ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ ചലനങ്ങൾ നമ്മളിപ്പോൾ CPM-കാരാണോ അല്ലയോ CPM-നെ എതിർക്കുന്ന ആളുകളാണോ എന്നല്ല അതിൻ്റെ കാര്യം. പക്ഷേ ഈ നാടിൻ്റെ രാഷ്ട്രീയ പ്രോസസ്സിൽ വലിയ പ്രാധാന്യമുള്ളൊരു പരിപാടിയാണ് ഈ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ നടക്കുന്നത്. അതിനകത്തുള്ള ഏത് സൂക്ഷ്മമായുള്ള ചലനങ്ങളും നിശ്ചയമായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് ആ നിലക്ക് പുറത്ത് ചർച്ചയാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മളാണ് വളരെ കൃത്യമായിട്ട് ഇന്ന് രാവിലെ ഈ നയരേഖ റിപ്പോർട്ട് ചെയ്തത്. നയരേഖ ചില രേഖകളല്ലേ എന്ന് പറഞ്ഞ് പൊതുസമൂഹം ഒരുപക്ഷെ അങ്ങനെ ഗൗരവത്തിൽ എടുക്കുകയില്ലെങ്കിലും ഇതിനൊക്കെ ചില വളരെ വളരെ പ്രാധാന്യമുണ്ട ഓരോ സംഗതികളാണ് എന്ന് നമുക്കറിയാം. അതായത് ഭാവിയെ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്തുള്ള രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്. പിണറായി വിജയൻ്റെ ആധിപത്യം ഒന്നുകൂടെ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ വലിയ തോതിൽ നമുക്കിപ്പോൾ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്കുള്ള റിപ്പോർട്ടിംഗ് ആയിരിക്കും നമ്മൾ വരും മണിക്കൂറിൽ നടത്തുക, അല്ലേ? തീർച്ചയായും ഈ കൊല്ലം വൈബിനെ കുറിച്ച് ഏറ്റവും ചെറുപ്പക്കാരനായ അർജുനോട് ചോദിക്കുമ്പോൾ ഈ വൈബിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഒരു പുതിയ കാലത്തെ പാർട്ടി എന്ന നിലയ്ക്ക് ഈ ഒരു 30കളിലൊക്കെ നിന്ന് കാണുമ്പോൾ എങ്ങനെയായിരിക്കും കാണുക? ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ പറയുന്ന പോലെ പല വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിഭാഗീയത, ഇറങ്ങിപ്പോയി, മറ്റേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അങ്ങനെ പല വാക്കുകൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ട്. അതൊക്കെ മാറി അതൊന്നും ഇല്ലാതെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്താണ് വരേണ്ടതെന്ന് ആ പാർട്ടി തന്നെ തീരുമാനിക്കുകയും നമ്മളത് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പോലും അതിനകത്ത് കൃത്യമായ രീതിയിൽ സംഘടനാപരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇപ്പോൾ സർവകലാശാല അല്ലെങ്കിൽ ഈ ടോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ എല്ലാവരും കൂടെ കൈയടിച്ച് പാസ്സാക്കുന്ന സംവിധാനമല്ലല്ലോ CPM. അപ്പോൾ അതിനകത്ത് ഇത്രയും 530 പേരൊക്കെ പങ്കെടുക്കുന്ന ആ ചർച്ചയ്ക്കകത്ത് അതിനകത്ത് വിമർശനം ഉണ്ടാവും. നമ്മൾ ഈ സ്വകാര്യ സർവകലാശാലകളൊക്കെ ഇങ്ങനെ കയ്യും നീട്ടി സ്വീകരിക്കാനായിട്ടുണ്ടോ, അതിന് പ്രാപ്തരാണോ എന്ന് ഓരോ സഖാവെങ്കിലും ചോദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ആ പാർട്ടി ഇതുവരെ നിന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ട് അതിനുശേഷം അത് കൂടുതൽ സജീവമായി തന്നെ ശക്തമായി തന്നെ വരും. അതെ, സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ CPM-നെ സംബന്ധിച്ച് അതിൻ്റെ സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനം നടക്കുന്നു. അതിൻ്റെ ചർച്ചകൾ ഇന്നും നാളെയും മറ്റന്നാളുമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു പുതിയ കേരളത്തെക്കുറിച്ച്, നവകേരളത്തെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ആശയങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയ തരത്തിലേക്ക്, പുതിയ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന തരത്തിൽ CPM മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളോ ആയിട്ടായിരിക്കും മുമ്പോട്ട് വരിക. ഒപ്പം തന്നെ വളരെ കൃത്യമായി നേരത്തെ അർജുനും മഹേഷ് ചന്ദ്രനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അടുത്തൊരു സർക്കാർ വരുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സമ്മേളനം കൊണ്ട് CPM-ന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ വിജയം യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് പറയാം. അത് മാധ്യമങ്ങളുടെ ചർച്ചയാക്കാനെങ്കിലും കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് കാണുന്നത്.